ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളങ്ങനെ പൈങ്കിളി മൂവി കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ ശ്രീ ബാബു. പടം റൈറ്റ് ചെയ്തേക്കുന്നത് ജിത്തു മാധവൻ. സോ ജിത്തു മാധവൻ്റെ റൈറ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം പോയി കണ്ടത്. സോ പടത്തിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പം സജിൻ ഗോപു, അൻശ്വര രാജൻ, റിയാസ് ഖാൻ, ജിസ്മ ബെമൽ, ലിജോ ജോസ് പല്ലിശ്ശേരി, ചന്തു സലീംകുമാർ, അബു സലീം ഇവരൊക്കെയാണ് പടത്തിനകത്ത് അഭിനയിച്ചേക്കുന്നത്. പടത്തിന് മ്യൂസിക് ചെയ്തേക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഫഹദ് ഫാസിലൊക്കെ കൂടെ ചേർന്നാണ്. അപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ പടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കോമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്, അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നോട്ട് ദാറ്റ് മച്ച് ഓഫ് കോമഡി. കാരണം ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കണ്ടുമ്പോൾ നമുക്ക് പഴയ കുറേ പടങ്ങളുടെയൊക്കെ ഒരു അവിടുന്ന് എടുത്തതായിട്ട് തോന്നി. അതായത് ഇതിനകത്ത് പുള്ളിക്കാരന് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്രമവും കാര്യങ്ങളൊക്കെ പഴയ ഒരു മൂവിയിൽ നമ്മുടെ ജയറാമേട്ടൻ കാണിച്ച കുറേ സീനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ രസമാണ്. ബട്ട് പടത്തിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കുറച്ച് എനിക്ക് സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ലാഗ്, കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ മോസ്റ്റ് ഓഫ് പീപ്പിൾസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്ന തിയേറ്ററിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആൾക്കാർ എൻജോയ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ബട്ട് ഇത് പേഴ്സണലി എൻ്റെ കാര്യമാണ്, എനിക്കും ഇഷ്ടപ്പെട്ടു പടം. ബട്ട് നോട്ട് ദാറ്റ് മച്ച്. സജിൻ ഗോപു ഒക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയൊക്കെ കുറച്ച് ഓവർ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തു സലീംകുമാർ, ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ലെവലിലോട്ട് കൊണ്ടുവരാനൊക്കെ ഇവരൊക്കെ പലതും ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹീസ് എ ലെജൻഡ്. മോൻ ഒരിക്കലും അച്ഛൻ്റെ ഇതിലോട്ട് എന്തായാലും എത്തത്തില്ല. സോ അതുകൊണ്ട് മാക്സിമം പുള്ളിയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡിലോട്ട് കൊണ്ടുവരാനൊക്കെ എന്തൊക്കെയോ ശ്രമിക്കുന്നവരുണ്ട്. ബട്ട് അതൊന്നും വർക്കായിട്ടില്ല. പിന്നെ അനശ്വരയുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ആരെ കണ്ടാലും ആരുടെ കിട്ടലും ചാടി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിനൊരു റീസണും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് നോട്ട് വാല്യുബിൾ റീസൺ. അത് ഒരു ഗുഡ് റീസൺ ആണോ മേ ബി, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില വീടുകളിൽ കാണുമായിരിക്കാം. പിന്നെ പുള്ളിക്കാരത്തെ കുറച്ച് ഓവർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇഫ് യു ഗൈസ് വാണ്ട് ടു വാച്ച് ദാറ്റ് മൂവി, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. പിന്നെ അതുപോലെ ടൈറ്റിൽ എടുക്കാൻ വേണ്ടി ഫോണൊന്നും പിടിച്ചുകൊണ്ട് ആദ്യം ഇരിക്കേണ്ട. പടത്തിൻ്റെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ടൈറ്റിൽ കാണിക്കത്തുള്ളൂ. സോ അപ്പം അതും പിടിച്ചുകൊണ്ടിരിക്കേണ്ട. സോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ.